ഇത്രമാത്രം സ്നേഹിച്ചിട്ടും അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 50ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 50ാമത്തെ എപ്പിസോഡ് വരെ എത്താൻ സാധിച്ചതിന് ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനങ്ങളും നന്ദി നിറഞ്ഞ വാക്കുകളും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിൽ എവിടെ ഇരുന്ന് ഈ ടോക്ക് ശ്രദ്ധിക്കുകയാണെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രമാത്രം സ്നേഹിച്ചിട്ടും അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ. മനുഷ്യ മനസ്സിൽ ഉണ്ടാകുന്ന വേദനകളുടെ, ദുഃഖങ്ങളുടെ ആഴം വലുതാണ്. ചില സാഹചര്യങ്ങളിൽ മനസ്സ് സംഘർഷപൂർണമായ അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. പ്രക്ഷുബ്ധമായ ജീവിത രംഗങ്ങൾ, ഒരുപക്ഷെ സന്തത സഹചാരിയായി നമ്മളൊക്കെ കൊണ്ടു നടന്ന വ്യക്തികളൊക്കെ, അതുമല്ല എങ്കിൽ കൂടപ്പിറപ്പുകളൊക്കെ ഏതെങ്കിലും ഒരു കാരണത്തിന് പേരിൽ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അകന്നു പോകുന്നതിൻ്റെ ആ അകൽച്ച കൂടുമ്പോൾ മനസ്സിന് ഭയങ്കര ഭാരമാണ്, വേദനയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുള്ളത്. ഇത്രമാത്രം പരിപാലിച്ച്, ശ്രദ്ധിച്ച്, സ്നേഹിച്ച്, കരുതലോടെ പ്രവർത്തിച്ചിട്ട് അവരൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ എന്ന്. ഇനി ഇങ്ങനെയുള്ള അവസ്ഥയിൽ മാനസികമായ അകൽച്ച കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭാഷണങ്ങളൊന്നും ഇല്ലാതാവുന്നു. ആ വ്യക്തിയെക്കുറിച്ച് പതുക്കെ പതുക്കെ മറക്കാനായിട്ട് ശ്രമിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ മോശമായ ചിന്തകളും നല്ല ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, നന്മയുടെ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണാൻ പറ്റാതെ മോശമായ ചിന്തകളിലേക്ക്, നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് മാത്രം ചിന്ത പോകുന്ന സ്ഥിതിവിശേഷം. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്കും ബന്ധങ്ങളുടെ വിള്ളലുകളിലേക്കുമാണ് നയിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത് കാണുമ്പോൾ സാന്നിധ്യം വലിയ വേദനയായിട്ട് തോന്നും. പണ്ടൊക്കെ ആ സാന്നിധ്യം അനുഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തികളുടെ സാന്നിധ്യം വലിയ വേദനയാണ്. അവരുടെ പെരുമാറ്റം, അവരുടെ നോട്ടം, ഇവയൊക്കെ അസഹനീയമായിത്തീരുന്ന ഒരു നിമിഷങ്ങളുണ്ടാവാം. ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇവിടെ ഇങ്ങനെ നിഴലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ചില അകൽച്ചകൾ നിശബ്ദമായി തുടരുന്നു. ചില അകൽച്ചകൾ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ എന്തിനാണ് അകന്നു പോയതെന്ന് പോലും ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, 23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പഴയ സ്നേഹിതനെ കണ്ടുമുട്ടി. അവൻ്റെ ജീവിതം എങ്ങനെയാ? ആദ്യ നാളുകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ സന്തത സഹചാരിയായി കൊണ്ടു നടന്നു. എന്നാൽ ഏതോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പതുക്കെ വഴുതുമാറി. പിന്നെ പരസ്പരം രമ്യപ്പെടാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. അവൻ വിദേശ രാജ്യങ്ങളിലേക്കും പോയി. പിന്നെ ഓർമ്മകളെല്ലാം ഇല്ലാതായി. എന്നാൽ ജീവിതത്തിൻ്റെ നാളുകളിൽ, ഇടവഴികളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കൂട്ടുകാരൻ്റെ നല്ല ഓർമ്മകളൊക്കെ ഓർക്കാറുണ്ടായിരുന്നു. വിളിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം അത്രമാത്രം അകൽച്ച കാലഘട്ടം നേടിക്കൊടുത്തു. കാരണം കാലഘട്ടങ്ങളിൽ അകൽച്ചയോടെ ഇരുന്ന് കഴിയുമ്പോൾ വലിയ വേദനയാണ്. ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വലിയ കാര്യങ്ങൾ വലുതായിട്ട് നമ്മൾ കാണുവാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കും. പിന്നെ ദൈർഘ്യം നീളുന്നതനുസരിച്ച് അങ്ങോട്ട് ചെന്ന് മിണ്ടാനുള്ള ഒരു പ്രവണതയോ സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു പ്രവണതയോ ഒക്കെ ഇല്ലാതാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചില ഫോൺ കോളുകളൊക്കെ ചെയ്തു, മറുപടിയൊന്നും ലഭിച്ചില്ല. എന്നാൽ ആകസ്മികമായി
ഒരു പ്രോഗ്രാമിന് കണ്ടുമുട്ടുകയാണ് ചെയ്തത്. രണ്ടുപേരും ഓടി അടുക്കലെത്തുകയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ് ചെയ്തത്. അവസാനം അവർ തമ്മിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മൾ എന്തിനാണ് ഇത്ര നാളും അകൽച്ചയിൽ ആയിരുന്നത്? എന്ത് കാരണമാണെന്ന് പോലും അവർ മറന്നുപോയി. സ്നേഹമുള്ളവരെ, ഇതാണ് സംഭവിക്കുന്നത്. അകൽച്ചകൾ ബന്ധങ്ങളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് കുറവുകളുണ്ടാവാം. ആ കുറവുകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നന്മകളിലേക്ക് നോക്കുമ്പോഴാണ് ആ വ്യക്തിബന്ധങ്ങൾ ഊഷ്മളതയിലേക്ക് നയിക്കുക. അവിടെയാണ് ശക്തമായ അടിത്തറ പാകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുക. ഇനി നമുക്കറിയാം, മറ്റുള്ളവരെയൊക്കെ നന്നാക്കിയിട്ട് അവരുമായിട്ട് നല്ലൊരു സൗഹൃദം പങ്കിടുവാൻ, നല്ലൊരു ജീവിതം തുടങ്ങുവാനായിട്ട് സാധിക്കത്തില്ല സഹോദരങ്ങളെ. കാരണം കുറവുകളോടുകൂടെ സ്വീകരിക്കാതെ നിർവാഹമില്ല. വലിയ നന്മകളില്ലേ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ? ആ നന്മകളിലേക്ക് മാത്രം നമ്മളിന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറവുകൾ ഇല്ലാതായിക്കൊള്ളും. നമുക്കറിയാം, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ശക്തിയേറിയ ഹിമഗണങ്ങൾ ഭൂമിയോട് അലിഞ്ഞു ചേരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ നന്മകൾ മാത്രം കണ്ട് ആ നന്മകളെ മാത്രം മുറുകെ പിടിക്കുമ്പോഴാണ് ആ വ്യക്തിയിലെ ഇല്ലായ്മകളൊക്കെ ഇല്ലാതാവുകയും ശക്തിയേറിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി എത്രമാത്രമാണ് നമ്മുടെയൊക്കെ സമയം പാഴാക്കുന്നത്? നമുക്കറിയാം, മലബാറിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം, പാല സൈഡിൽ നിന്നൊക്കെ കുടിയേറി പാർത്തവരാണ്. മിക്ക വ്യക്തികളും കർഷകരാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്തൊക്കെ ഉത്തമ സുഹൃത്തുക്കളായ വ്യക്തികളുമായി അല്ലെങ്കിൽ അയൽവക്കംകാരുമായി ഒക്കെ സ്വത്ത് തർക്കം, അല്ലെങ്കിൽ ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള തർക്കം, ഇത് സഹോദരങ്ങളുടെ ഇടയിലും ഉണ്ട്. ഇപ്പോഴൊന്ന് നോക്കിക്കേ, ഈ മലബാറിലേക്ക് കുടിയേറിപ്പാർത്ത വ്യക്തികളൊക്കെ ഇപ്പോൾ അവിടമൊക്കെ പതുക്കെ പതുക്കെ ഉപേക്ഷിച്ച് വീണ്ടും പട്ടണങ്ങളിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇനി ആ ചുരുങ്ങിയ കാലയളവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. എത്രമാത്രം അധ്വാനിച്ചു, എത്രമാത്രം കഷ്ടപ്പെട്ടു. ധാരാളം ദൈവം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി എത്രമാത്രം ജീവിതം പാഴാക്കി, എത്ര വർഷങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ ബഹളങ്ങളുണ്ടായി, സഹോദരങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടായി, അയൽപ്പക്കങ്ങൾ തമ്മിൽ വേദനയോടെ മുമ്പോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം. ഒരു മരത്തിൻ്റെ ചില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ നീണ്ടുപോയാൽ അവിടെ അസ്വസ്ഥതയാണ്. പിന്നെ വാക്ക് തർക്കങ്ങളും പരാതികളും പരിഭവങ്ങളും. പിന്നെ ശത്രുവായി എപ്പോഴും സ്വന്തക്കാരെയും അയൽവക്കക്കാരെയും കണ്ടുകൊണ്ടുള്ള ജീവിതം. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സമാധാനം നശിക്കുകയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. മാനസികമായ ക്ലേശം ഒരു വശത്ത്, ശാരീരികമായ ഒരു ക്ലേശം മറുവശത്ത്. പിന്നെ ആ വ്യക്തികളെയോ കുടുംബങ്ങളെയോ കാണുമ്പം ഒരു സന്തോഷമില്ല. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവ് എനർജികൾ മാത്രം മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് വരുന്നു. പിന്നെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്, ഒന്നിലും ഒരു സന്തോഷം അനുഭവിക്കാത്ത ഒരവസ്ഥ. ഈ അവസ്ഥ, ഈ വ്യതിയാനം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ നേരിടണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ്. നമുക്കറിയാലോ, സോളമനെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ജ്ഞാനം നൽകണമേ, ഒരു വീണ്ടും വിചാരം നൽകണമേ. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വ്യതയിലൂടെ, വേദനയിലൂടെ പോകുകയാണ്. ജീവിതം ഇത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. കൂടി വന്നാൽ നമ്മുടെയൊക്കെ ജീവിതം 30,000 ദിവസങ്ങൾ. അല്പം മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ നിൽക്കും. അത്രമാത്രമേ നമ്മുടെയൊക്കെ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഒരിഞ്ചു ഭൂമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, അത് സമ്പാദിക്കാനായിട്ട് വിഘാതമായിട്ട് നിന്ന വ്യക്തികൾക്കെതിരെ
കുടുംബങ്ങൾക്കെതിരെ തിരിയുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സന്തോഷം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് എന്തേരെ സ്വരുക്കൂട്ടി വെച്ചാലും സ്നേഹമുള്ളവരെ ഒരു ശാന്തതയിലൂടെ പോകുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം സെക്കേവൂസിൻ്റെ ജീവിതം ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. പണമുണ്ടായിരുന്നു, കുടുംബ അംഗങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അസ്വസ്ഥത. അതുകൊണ്ടാണ് അവൻ ഈശോയെ കാണുവാനായി മുമ്പേ ഓടിയത്. അവൻ ഈശോയെ കണ്ടു. അപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഒന്നുമല്ല എന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ അയൽപക്കംകാരിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മൾ നേരിടുമ്പോൾ ഒന്നുമല്ല, ഉള്ളിൻ്റെ ഉള്ളിലെ സന്തോഷമാണ്, സമാധാനമാണ് പ്രിയപ്പെട്ടതെന്ന് ചിന്തിച്ചാൽ ജീവിതം ധന്യമായി. ആയതിനാൽ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ജ്ഞാനമെന്ന് പറയുമ്പോൾ അനുദിന ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം, അതിനുള്ള കൃപയാണ്. ആ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൻ്റെ അവസ്ഥയിൽ വിവാഹമോചനം നേടിയ വ്യക്തികളെയൊക്കെ എനിക്കറിയാം. അവരിൽ കുറച്ചു പേര് പറഞ്ഞതിങ്ങനെയാണ്: അച്ചോ, ആദ്യ നാളുകളിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചായിരുന്നെങ്കിൽ, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുവാനായിട്ട് ശ്രമിച്ചായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ഈ ജീവിതത്തിന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, തിക്തമായ വേദനയിലൂടെ കടന്നുപോയ വ്യക്തികളുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. എന്നാൽ ചില നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അകന്നുപോയ വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ ധാരാളമാണ്. അങ്ങനെയെങ്കിൽ ആ അകൽച്ച ഒന്ന് മാറാനായിട്ട്, ഓരോ ജീവിത സാഹചര്യത്തെയും നേരിടാൻ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ബുദ്ധിവികാസം സംഭവിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നേടിയെടുക്കുവാനുള്ള ഒരു വലിയ ഒരു ആർജവം നമുക്കുണ്ടാവുക. നമ്മുടെയൊക്കെ മനസ്സ്, നമ്മുടെയൊക്കെ ബുദ്ധി അതിനനുസരിച്ച് വികസിക്കട്ടെ. മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഒരു വലിപ്പം, മറ്റുള്ളവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാനുള്ള ഒരു വലിപ്പം, അതിനെ വരിഞ്ഞു മുറുക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് നമ്മുടെയൊക്കെ അജ്ഞത, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഈഗോ, ഞാനെന്ന ചിന്ത, കൂടാതെ അഹങ്കാരത്തോടുള്ള സമീപനങ്ങൾ, ഇവയൊക്കെ ഒന്ന് മാറ്റുകയാണെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമായി തീരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിലതിനെയും ചില സാഹചര്യങ്ങളെയും ഒക്കെ സ്വീകരിക്കുവാനായി പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഉച്ചഭക്ഷണം കഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ അവസരത്തിൽ ഒരു വ്യക്തി കടന്നു വരികയാണ്. അങ്ങനെ നിങ്ങളുടെ കൂടെ പങ്കുചേരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ ആ വ്യക്തിയെ ഒന്ന് സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ? സ്വീകരിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. കാരണം ഒഴിവാക്കി വിട്ടു എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. സ്വീകരിച്ചു കഴിഞ്ഞാലോ അവരുടെ പ്രൈവസി നഷ്ടപ്പെട്ടു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അവസാനം എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു മാനസിക വ്യതയിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സഹോദരൻ പറയുന്നു, അവിടെ ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നു. കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അവസാനം പറയുന്നു, സഹോദരൻ എങ്ങോട്ടാ പോകണ്ടേ, ആ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുന്നു. അങ്ങനെ ബന്ധങ്ങൾ ഊഷ്മളമായി മാറുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഈ തലങ്ങളിലേക്ക് ഒന്ന് വളരാൻ സാധിക്കുന്നുണ്ടോ? ഇനി ഈ പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ മാനസിക വ്യതയാ. ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു, പക്ഷേ ആ വന്ന വ്യക്തിയെ ഒഴിവാക്കി വിട്ടല്ലോ, ആ വ്യക്തി എന്ത് ചിന്തിക്കുമെന്ന ചിന്തകളൊക്കെ മനസ്സിലേക്ക് ആഞ്ഞടിച്ചു വരാം. ഈ അവസരത്തിലാണ് നമ്മൾ ഓർക്കേണ്ടത് ബുദ്ധിയുടെ വികാസം, മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള ഒരു വലിയ വലിപ്പം നമുക്കുണ്ടാകേണ്ടതിനെക്കുറിച്ച്. ചുരുക്കത്തിൽ തലച്ചോറിന് സംഭവിക്കുന്ന ഒരു ഇലുമിനേഷൻ, അതിൽ നിന്ന് മാത്രമേ ഒരു ബുദ്ധിയുടെ വികാസം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ സംസാരങ്ങൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഊർജത്തെ തിരിച്ചു തരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ടാകാറില്ലേ?
ആ നല്ല സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോകാം, മനസ്സിനെ അതനുസരിച്ച് ക്രമപ്പെടുത്താം. എന്തുകൊണ്ടാണ് തർക്കങ്ങൾ, കലഹങ്ങൾ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാവുക? മനഃശാസ്ത്രപരമായി ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയമായി ന്യായീകരിക്കുവാനുള്ള പ്രവണത. അതായത് എൻ്റെ അഭിപ്രായം മാത്രമേ ശരിയുള്ളൂ, ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി, ഞാനെല്ലാം റൈറ്റായിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ മുമ്പിൽ ഒരു തെറ്റുകളുമില്ല എന്ന ഒരു ചിന്ത. മറ്റുള്ളവരുടെ മുമ്പിൽ അകത്തെ അടിയറവ വെക്കുവാനായിട്ട് പറ്റില്ലാത്ത സാഹചര്യം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് വ്യക്തികളുടെ ചർച്ചയിൽ നിന്നും സംഘർഷത്തിലേക്ക് നയിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നാം നമ്മെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സ്നേഹമുള്ളവരെ, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അങ്ങനെ കഴിയണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ്. ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ അഹത്തോട് വിട പറയാനായിട്ട്, മറ്റുള്ളവരെ കേൾക്കാൻ, അവരിൽ നന്മയുണ്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സംവാദക്കുറവ്. ഒരുപക്ഷെ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണയോടുകൂടെ സംസാരിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവില്ല. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ ബന്ധങ്ങളൊക്കെ പാളിപ്പോയെന്നറിയാം, എന്നാൽ നല്ലൊരു സംസാരത്തിലൂടെ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ സംസാരിക്കാൻ പോയ സമയത്ത് 100 കൂട്ടം ആർഗ്യുമെൻസിലൂടെ കടന്നു പോവുകയാണ്. ഒന്നും ബോധിപ്പിക്കാനോ പറയാനോ പറ്റുന്നില്ല. പിന്നെ ആകെ വിഷമത്തോടുകൂടെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള സാഹചര്യവും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എങ്കിലും നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ശക്തവും വ്യക്തവുമായ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുക എന്നുള്ളതാണ് പ്രാധാന്യം. പിന്നെ മറുവശത്തെ ആൾ ഏത് രീതിയിൽ പ്രതികരിച്ചോട്ടെ. പക്ഷേ കുറേ കഴിയുമ്പം അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പതുക്കെ പതുക്കെ മനസ്സിനെ പരുവപ്പെടുത്തി നമ്മളെ ഉൾക്കൊള്ളുവാനും തയ്യാറാകും. മൂന്നാമത്തെ കാര്യമാണ് ഭയം, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. സ്വയം സുരക്ഷിതരല്ല എന്ന തോന്നൽ വരുമ്പോൾ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ തോന്നും. പിന്നെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് നേരെ പല രീതിയിൽ ബിഹേവ് ചെയ്യുവാൻ, പെരുമാറുവാനായിട്ട് ശ്രമിക്കുന്നു. ഒരു ആക്രമണ വാസന ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവൾ എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരിക. നമുക്കറിയാലോ, വലിയ ക്രൈമിന് പിന്നിൽ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന്. അവർ പറയുന്ന കാര്യമുണ്ട്, എൻ്റെ രഹസ്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അറിയാം, ഇതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവരെ വകവരുത്തി, അല്ലെങ്കിൽ അവർക്കൊരു ഹാർഡ് ടൈം കൊടുത്തു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഭയമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ഭയത്തോടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു പീസ്, സമാധാനം അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പഴയകാല തിക്ത അനുഭവങ്ങളാണ്. ഒരു വ്യക്തിയുമായി സ്നേഹത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തിക്ത അനുഭവങ്ങൾ വരികയാണ്. വേദനിപ്പിച്ച നിമിഷങ്ങൾ, അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ വരികയാണ്. ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന ഭയവും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ ഊഷ്മളതയോടെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും അമർഷത്തിലൂടെ, ആ അമർഷം നൽകുന്ന സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളും ധാരാളമാണ്. അതോടൊപ്പം തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കോപത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, ലെസ്റ്റ് ഫീലിംഗ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അസൂയയോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണുന്നു. ഇവയൊക്കെ വലിയ പ്രയാസമാണ്. ഇതൊക്കെ സംഘർഷങ്ങളിലേക്കാണ് നയിക്കുക. നമുക്കറിയാം കായലിൻ്റെയും ആബേലിൻ്റെയും ജീവിതം.
അതോടൊപ്പം സാവൂളിൻ്റെയും ദാവീദിൻ്റെയും ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ഇവയൊക്കെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? അസൂയ ഉണ്ടായിരുന്നു, മാത്സര്യ ബുദ്ധി ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഇവരൊക്കെ കടന്നുപോയത്. ജ്ഞാനം നേടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഒരു സ്വയം വിലയിരുത്തൽ ആവശ്യമാണ്. സ്വയം നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്കറിയാം, ഈ വികാരങ്ങളെ നിയന്ത്രിക്കാത്ത വ്യക്തികൾക്ക് ഇപ്പോൾ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, അപ്പോൾ അത് കണ്ടു എന്നിവന് മനസ്സിലായി, പക്ഷേ മറുപടി ഒന്നും വന്നില്ല. അപ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യുന്ന ചിന്തകൾ വരുന്നു. വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റാതെ ഒരു വികാരജീവിയായിട്ട് മാറുന്ന സ്ഥിതിവിശേഷം. ഇവയൊക്കെ സംഘർഷങ്ങളിലേക്കാണ് വരുന്നത്. എന്നാൽ മറുവശം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവിടെ വലിയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് എത്രയോ ജീവിതങ്ങൾ മാഞ്ഞു മറയുന്നു. സംഘർഷപൂരിതമായ മനസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥത മാത്രമേ തരികയുള്ളൂ. അങ്ങനെയെങ്കിൽ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാം. ബന്ധങ്ങളൊക്കെ തിരികെ പിടിക്കാൻ, ഒന്നും നമ്മുടെയൊക്കെ കൈവിട്ടു പോയിട്ടില്ല, എല്ലാം തിരിച്ചു പിടിക്കാമെന്ന വലിയ ഒരു വിശ്വാസം. ജീവിതത്തെ ക്രമപ്പെടുത്താം. സ്നേഹിച്ചവരും കരുതിയവരുമൊക്കെ കൂടെയുണ്ട് എന്ന ചിന്ത, അതിനേക്കാൾ നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് വളർത്തിയെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ, അസ്വസ്ഥതകൾ ജീവിതത്തിന് സമാധാനം കെടുത്തിക്കളയുന്നെങ്കിൽ നാഥാ, ആ ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ, ഊഷ്മളമായ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.